നമസ്കാരം. പണ്ടൊക്കെ നേതാവാകണമെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പാടായിരുന്നു. സമരം ചെയ്യണം, തല്ലുകൊള്ളണം, നാടുനീളെ എവിടെ നിലവിളക്ക് കൊളുത്തിയാലും തല നീട്ടണം. അങ്ങനെ പത്രത്തിൻ്റെ പ്രാദേശിക പേജിൽ സ്വന്തം പേര് അച്ചടിച്ചു വരണം. പിന്നെ ജില്ലാ പേജിലേക്കും സംസ്ഥാന പേജിലേക്കുമൊക്കെ പേരിങ്ങനെ മാറി മാറി കയറണം. നാലാൾ അറിയണം, നേതാക്കളുടെ കണ്ണിൽപ്പെടണം. ഇതിനിടയിൽ കർട്ടന് പിന്നിലെ ചരടുവലികൾ വേറെ വേണം. ചാനലുകളുടെ ചാകരയായതോടെ ക്യാമറയ്ക്ക് മുന്നിലായി കലക്കവെള്ളത്തിലെ മീൻ പിടിക്കൽ. നേതാക്കൾ പ്രതികരണം നൽകുമ്പോൾ ഉന്തിത്തള്ളി ഫ്രെയിമിലിടം നേടുക, ജലപീരങ്കിക്ക് മുന്നിൽ വിരിമാറ് കാണിക്കുക, ലാത്തിച്ചാർജിനിടയിലൂടെ തലങ്ങും വിലങ്ങും ഓടുക, പോലീസിനെ നിഘണ്ടുവിലില്ലാത്ത പദങ്ങളിൽ അഭിഷേകം ചെയ്യുക തുടങ്ങിയ ഇനങ്ങളെല്ലാം കുട്ടി നേതാക്കളുടെ രാഷ്ട്രീയ മാനുവലിൽ ഇടം പിടിച്ചു. ഇനി ഇതിനൊന്നും മിനക്കെടാൻ വയ്യാത്തവർക്ക് നേതാവാകാനുള്ള എളുപ്പവഴിയാണ് ചാനൽ ചർച്ച. അതാകുമ്പോൾ ശീതീകരിച്ച ചാനൽ ഫ്ലോറിലിരുന്ന് വാക്കുകൾ കൊണ്ട് ചുമ്മാ വെടിപൊട്ടിച്ചാൽ മതി. ഇതും പല രീതിയിൽ നടത്താം. രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ വെടിച്ചില്ല് ഡയലോഗുകൾ പായിക്കാം. ചർച്ചയിൽ പങ്കെടുക്കുന്ന എതിർ പാനലിസ്റ്റിൻ്റെ പിതൃസ്മരണ നടത്താം. സ്വന്തം പാർട്ടിക്കാർക്ക് നേരെ ഉണ്ടയില്ലാ വെടിവെക്കാം. ആരെയും കിട്ടിയില്ലെങ്കിൽ അവതാരകന് നേരെ തന്നെ നാക്കാകുന്ന തോക്ക് തിരിച്ചു വയ്ക്കാം. ഇതോടെ ചർച്ച തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നു. കൈ പിടിക്കാൻ ഒരു കൂട്ടർ, കരണത്തടിക്കാൻ മറ്റൊരു സംഘം. ചുളുവിൽ ഒരു നേതാവ് ഉദയം കൊള്ളുകയാണ് സുഹൃത്തുക്കളെ, ഉദയം കൊള്ളുകയാണ്. നമ്മുടെ പ്രിൻറ്റു മഹാദേവനും ഇതിൽ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. ആളൊരു അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ കുറ്റം ചെയ്താൽ തക്ക ശിക്ഷ നൽകും. അതവരെ നേർവഴിക്ക് നയിക്കാനാണ്. രാഹുൽ ഗാന്ധി ഇങ്ങനെ വോട്ട് ചോരിയുമായി വഴിതെറ്റി നടക്കുന്നത് പ്രിൻറ്റുവിനെ പരിഭ്രാന്തനാക്കി. BJP-കാരനാണെങ്കിലും അധ്യാപകനായി പോയില്ലേ. രാഹുലിനെ ശാസിക്കാൻ തന്നെ തീരുമാനിച്ചു. നെഞ്ചിൽ വെടിയുണ്ട വീഴുമെന്ന് കുറച്ച് കടുപ്പിച്ച് തന്നെ പറഞ്ഞു. മഹാത്മാവിൻ്റെ നെഞ്ചിൽ വെടിയുണ്ട വീഴ്ത്തിയ ഗോഡ്സയെ പൂജിക്കുന്ന രാജ്യത്ത് ഒരു മുന്നറിയിപ്പ് കൊടുത്തു എന്നേ ഉള്ളൂ. തൊടുത്തത് രാഹുൽ ഗാന്ധിക്ക് നേരെ ആയിരുന്നെങ്കിലും കൊണ്ടത് കേരളത്തിലെ കോൺഗ്രസിനാണ്. നിയമസഭ നടക്കുന്ന സമയം. വിഷയം സഭയിൽ ആളിക്കത്തിക്കാനാണ് പ്രതിപക്ഷം എത്തിയതെങ്കിലും സ്പീക്കർ വെള്ളം കോരി ഒഴിച്ചു. ഏത് പ്രിൻറ്റു, എന്ത് വെടി, മഷിയിട്ട് നോക്കിയിട്ടും ഇതിലൊന്നും ഒരു പ്രാധാന്യവും സ്പീക്കർ കണ്ടില്ല. നിയമസഭ ബഹിഷ്കരിക്കുകയല്ലാതെ പ്രതിപക്ഷത്തിന് മുന്നിൽ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസുകാരനായ രാഹുൽ ഗാന്ധിക്ക് നേരെ BJP-കാരൻ വധഭീഷണി മുഴക്കിയതിൽ CPM-ന് നോവാത്തതിലായിരുന്നു അവരുടെ പ്രതിഷേധം. എന്തായാലും സ്ഥിരം പല്ലവി പോലെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനായിരുന്നു കോൺഗ്രസിൻ്റെ തീരുമാനം. KPCC സെക്രട്ടറി CC ശ്രീകുമാർ നൽകിയ പരാതിയിൽ പേരാമംഗലം പോലീസ് കേസെടുത്തു. കൊലവിളി പ്രസംഗം, കലാപാഹ്വാനം, സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. കേസൊക്കെ വന്നെങ്കിലും BJP-കാർക്ക് കളത്തിലിറങ്ങാൻ അതുമാത്രം പോരായിരുന്നു. പോലീസ് തന്നെ ആ കുറവ് തീർത്തു കൊടുത്തു. പ്രിൻറ്റു മഹാദേവനെ തേടി BJP സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്തിൻ്റെയും സഹോദരൻ്റെയും വീടുകളിൽ റെയ്ഡ് നടത്തിയതോടെ തെരുവിലിറങ്ങാൻ BJP-കാർക്കും അവസരമായി. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ജലപീരങ്കിയും നേതാക്കളുടെ വെല്ലുവിളിയുമായി രംഗം കൊഴുത്തു. ജനാധിപത്യ രീതിയിൽ മര്യാദയാണ് മര്യാദകളാണെങ്കിൽ ചാണകവെള്ളവും ചൂലും എല്ലാം വീട്ടിലുണ്ട്. വളരെ കൃത്യമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ആവശ്യമില്ലാത്തതിനൊന്നും വരണ്ട. ഒരൊറ്റ കോൺഗ്രസ് നേതാക്കന്മാരെ നമ്മൾ കടത്തി പൊറുപ്പിക്കില്ല വീട്ടിൽ. ജില്ലാ നേതാക്കൾ അരയും തലയും മുറുക്കി ഇറങ്ങിയെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പ്രിൻറ്റുവിൻ്റെ വാക്കുകൾ കൊണ്ടുള്ള പരാക്രമങ്ങളോട് അത്ര യോജിപ്പില്ല. പ്രസ്താവനയോട് യോജിക്കുന്നില്ലെന്നും വ്യക്തിപരമായ വൈരാഗ്യം പാർട്ടി നയമല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ അടിവരയിട്ട് പറഞ്ഞു. എന്തായാലും അത്യാവശ്യം പേരും പെരുമയുമൊക്കെ ആയതോടെ പ്രിൻറ്റു പോലീസിന് മുന്നിൽ കീഴടങ്ങി. താൻ ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ലെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തി. എനിക്കെതിരെ ആസൂത്രിതമായി നടന്നിട്ടുള്ള ഈ വിഷയങ്ങളിൽ ഞാൻ ആരൊക്കെയാണ്, അത് ചാനലായിക്കോട്ടെ ആരൊക്കെ ആയിക്കോട്ടെ, ഞാൻ അനുഭവിച്ച ആ വേദനയ്ക്കും വിഷമങ്ങൾക്കും ഞാൻ സ്വാഭാവികമായിട്ട് നിയമപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കും. കീഴടങ്ങിയ പ്രിൻറ്റു മഹാദേവന് കുന്നംകുളം കോടതി ജാമ്യം അനുവദിച്ചു. ഒരാഴ്ചക്കാലം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതിൻ്റെ പ്രശസ്തിയുടെ തൊങ്ങൽ ചാർത്തിയ തോൾസഞ്ചിയുമായി അദ്ദേഹം വീണ്ടും വിദ്യാലയത്തിലേക്ക്. വിദ്യ തന്നെ അഭ്യാസമാകുമ്പോൾ അത്യാവശ്യം അടിത്തടകൾ പഠിപ്പിക്കാൻ പ്രിൻറ്റു മാഷ് എന്നും എപ്പോഴും ഇനി കൂടെ ഉണ്ടാകും.